ഈ വിസ്റ്റക്കാരെല്ലാവരും കൂടെ ആക്രമിക്കുന്നേ, ഓടി വായോ. എന്നെ എല്ലാവരും കൂടെ ആക്രമിക്കുകയാണ്. എൻ്റെ മതപരവും ധാർമ്മികവും നൈതികവും പിന്നെന്താ കൂർമ്മികവും കുലങ്കുശവും കുലീനവുമായ എല്ലാം അവർ എഴുതി എന്നെ പരിശോധിക്കുകയാണ്. പരിശോധിച്ച് അവർ കുഴയുകയാണ്. മാനായും മാരീചനായും അവർ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. പല സ്ഥലങ്ങളിലും കമൻറ്റുകളിലൂടെ പോസ്റ്റുകളിലൂടെ ഒക്കെ പ്രത്യക്ഷപ്പെടുന്നു. അതിലൊരു പോസ്റ്റാണ് ബഹുമാന്യനായ നരിക്കോടൻ ഇസ്മായിൽ അവറുകൾ കുറിച്ചിരിക്കുന്ന പോസ്റ്റ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ കാഴ്ചക്കാർ കൂടുന്നത് ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുമെന്ന തിരിച്ചറിവുണ്ടാവണം. വർദ്ധിപ്പിക്കുമെന്ന തിരിച്ചറിവ് ആർക്കുണ്ടാകണം? എനിക്കുണ്ടാവണം. മുറിയറിവുകൾ വെച്ച് മതപരമായ വിഷയങ്ങളിലടക്കം വൈകാരികമായ അഭിപ്രായം പറയുകയും പണ്ഡിതന്മാരെ പോലും മതം പഠിപ്പിക്കാൻ ഒരുങ്ങുകയും ചെയ്യുമ്പോൾ തൻ്റെ ഡാംഗ്ലനായ പരിഹാസച്ചിരി തൻ്റെ നേരെ വരുന്നുണ്ടെന്ന കാര്യം മറക്കരുത്. അമ്പോടാ അച്ചോടാ, ഇതാരായി പറയുന്നത്? ഓരോ സമുദായത്തിനകത്തും സംഘടനയും പിന്നെ സംഘടനയെല്ലാം ബർത്ത്ഡേ കേക്ക് മുറിക്കുന്നത് പോലെ വീണ്ടും കഷ്ണമായി മുറിച്ച് എൻ്റെ കയ്യിലിരിക്കുന്ന കഷ്ണം മാത്രമാണ് നല്ലത്, ബാക്കിയെല്ലാം അഴുക്കാണ് എന്ന് പറയുന്നതിൻ്റെ ആ ഒരു കഷണത്തിൽ വന്നിരിക്കുന്ന ഒരു ഈച്ചയുടെ ഭാഗമായുള്ളൊരു ചെറിയ ഈച്ചയാണ് ഈ പറയുന്നത്. ഇതിപ്പോൾ അദ്ദേഹം പറയും അദ്ദേഹത്തിനെ ഈച്ചയാക്കി പരിഹസിച്ചതാണ്. നല്ല മനോഹരമായൊരു ഉപമ പറഞ്ഞതാണ്. നല്ല ഒരു മസ്താനാണ് ഒരു മതം. ആ മസ്താനെ പകുതിയാക്കി ഒരു കഷ്ണവും കൊണ്ട് പോയി, മറ്റേ പകുതിയാക്കിയില്ല, അതിൻ്റെ ഒരു ചെറിയ കഷ്ണം മുറിച്ചുകൊണ്ട് പോയി, ബാക്കിയെല്ലാം മോശമാണ്. എന്നിട്ട് ആ ചെറിയ കഷ്ണം പിന്നെ 4-5 മുറിച്ച്, ആ മുറിച്ചൊരു കഷ്ണത്തിനകത്ത് അതാണ് നല്ലതെന്നും പറഞ്ഞ് അതിൻ്റെ പുറത്ത് വന്നിരിക്കുന്ന ചിലരാണ് ഈ പറയുന്ന പോലെ എനിക്ക് തിരിച്ചറിവുണ്ടാകണം, ഉത്തരവാദിത്തത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നത്. അടുത്തതോ, പന്നിപ്പേർ പോലെ കണ്ടൻറ്റുകൾ ഉണ്ടാക്കാൻ അല്പസമയമെങ്കിലും പഠിക്കാനും മനനം ചെയ്യാനും മാറ്റിവെച്ചാൽ ഉള്ള കണ്ടൻറ്റിന് ആധികാരികതയും സത്യസന്ധതയും ഉറപ്പാക്കാം. അത് കലക്കി. പന്നി ഹറാമാണെങ്കിലും അതിൻ്റെ പന്നിയുടെ പേര് ആ സമയോചിതമായി ഓർത്തത് വളരെ നന്നായി. അതുപോലെ കണ്ടൻറ്റുകൾ ഉണ്ടാക്കാൻ അല്പസമയം പഠിക്കാനും, അല്പസമയം പഠിച്ചെന്തോ വേണമെന്നറിയാമോ? പഠിച്ച് ബഹുമാനപ്പെട്ടവർ പറയുന്നത് പോലെ പറയണം. അതെങ്ങനെയാണ് പറയുന്നതെന്ന് ഞാൻ അവസാനം പറയാം. പിന്നെ ഏതൊരു യൂട്യൂബർക്കും സംഭവിക്കാവുന്ന പതനം അനിൽ മുഹമ്മദിന് സംഭവിച്ചു എന്ന് പറയുന്നതിൽ ദുഃഖമുണ്ട്. ഏതൊരു യൂട്യൂബർക്കും സംഭവിക്കാവുന്ന പതനം ഇതിനു മുമ്പ് സുന്നികളെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് സംഭവിച്ചില്ലായിരുന്നു. ഇപ്പോൾ ഇവരെ പറയാൻ തുടങ്ങിയപ്പോഴാണ് ആ പതനം എനിക്കുണ്ടായത്. ആദ്യമൊക്കെ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളും കാഴ്ചപ്പാടുകളും ശ്രദ്ധേയമായിരുന്നു. എന്നാണെന്നറിയോ? സുന്നിക്കാരെക്കുറിച്ച് പറഞ്ഞപ്പം. എന്നാൽ ഇന്ന് വേണ്ടത്ര പഠനങ്ങളോ നിരീക്ഷണങ്ങളോ ഇല്ലാതായിരിക്കുന്നു. ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ വൈകാരിക തലത്തിൽ ശ്രദ്ധയൂന്നി വിഷയത്തിൻ്റെ മെറിറ്റ് അവഗണിച്ചു. എന്താ വൈകാരിക തലം എന്നറിയോ? ഇറാനിലെ ആളുകളെ അതിർത്തി കടന്നുപോയി കൊല്ലുന്നത് ശരിയല്ല, ആ സന്ദർഭത്തിൽ മതവും സ്വർഗവും ഷിയയും സുന്നിയും സംസാരിക്കേണ്ട സമയമല്ല എന്ന് പറഞ്ഞതാണ് അതിൻ്റെ ഈ വൈകാരിക വശം. മെറിറ്റ് ഏതാണെന്നറിയാവോ? ആ സന്ദർഭത്തിൽ പെതുക്കെ പഴയ ചരിത്രങ്ങളിലേക്ക് പോയി ഹദീസുകൾ തുരന്നെടുത്ത് കിതാബുകൾ നിവർത്തിവെച്ച് അത് വായിച്ചുകൊണ്ടേയിരിക്കുക, പാരായണം പരത്തി പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഷിയ സുന്നി ആശയവ്യതിയാനത്തിൻ്റെ തോതും അഖീദാപരമായ ചർച്ചയും ഒന്നും അദ്ദേഹത്തിന് വിഷയമല്ല. അത് അദ്ദേഹത്തിന് അറിയുകയുമില്ല. അതിനാൽ അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന പണ്ഡിതന്മാരെയും പ്രസ്ഥാനങ്ങളെയും അദ്ദേഹം പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നു. അതിൽ ഒരു സംശയമില്ല. എനിക്കതിൻ്റെ അക്കീദാപരമായ ഒരു വിഷയവും അറിയത്തില്ല. പക്ഷേ ഒരു തിരിച്ചറിവുണ്ട് എനിക്ക്. ഈ ഹാജി മസ്താൻ പറയുന്നത് പോലെ ഏറ്റവും വലിയ അറിവ് തിരിച്ചറിവാണെന്ന് പറയത്തില്ലേ? ഒരു തിരിച്ചറിവുണ്ട്. എന്താ തിരിച്ചറിവെന്നറിയാമോ? അമേരിക്കയും ഇസ്രയേലും ചേർന്ന സയണിസം ഒരു പേർഷ്യൻ സംസ്കാരത്തെയും ഒരു രാജ്യത്തെയും ഇല്ലാതാക്കാൻ പോകുമ്പോൾ അവിടെ അക്കീദയും കുക്കീദയും മക്കീദയും അല്ല പറയേണ്ടത്, അവിടെ മർദ്ദിതൻ്റെ നീതിക്കൊപ്പം നിൽക്കണമെന്ന് എനിക്കറിയാം നരിക്കോടൻ അവറുകളെ. അത് നിങ്ങൾക്കറിയാമെങ്കിലും നിങ്ങളുടെ മൗലാനമാർ പാരായണം ചെയ്ത് തരുന്നത് ഇറ്റിച്ചിറ്റിച്ച് നാക്കിൽ പറ്റിക്കുന്നതുകൊണ്ട് നിങ്ങൾക്കത് അംഗീകരിക്കാൻ പറ്റില്ല. അത് സത്യമാണ് പറഞ്ഞത്. എനിക്കതിൻ്റെ അക്കീദയൊന്നും അറിയത്തില്ല. പക്ഷേ എനിക്കറിയാവുന്ന തിരിച്ചറിവ്, ആ തിരിച്ചറിവുണ്ട് എനിക്ക്. ഇതിപ്പോഴല്ല ചർച്ച ചെയ്യേണ്ടതെന്ന തിരിച്ചറിവ്. ഇറാൻ്റെ നീതിക്കൊപ്പം നിൽക്കുകയും അതേസമയം അവരുടെ വീരപരിവേഷം ഉയർത്തി ഷിയ ആശയത്തിന് മാർക്കറ്റ് ഉണ്ടാക്കാനുള്ള ശ്രമത്തെയും ആഗോള അടിസ്ഥാനത്തിൽ പ്രതിരോധിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് അഹ്ലുസുന്നയുടെ നയം. എൻ്റെ പൊന്ന് സഹോദര, നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ഗതികേട് എന്താണെന്നറിയാവോ? നിങ്ങൾക്ക് ഇസ്രയേലിനെയും അമേരിക്കയൊക്കെ ഒന്ന് പുകഴ്ത്തി പറയണമെന്നുണ്ട്. ആ സയണിസത്തെ ഒന്ന് സുഖിപ്പിക്കണമെന്നുണ്ട്. സയണിസത്തെ സുഖിപ്പിക്കുന്നവരെ സുഖിപ്പിക്കണമെന്നുണ്ട് നിങ്ങൾക്ക്. പക്ഷേ നിർഭാഗ്യവശാൽ അതൊരു കൗമിനോട് അങ്ങനെ ഡയറക്റ്റായി കയറി സുഖിപ്പിക്കൽ വർത്തമാനം നടത്താൻ പറ്റില്ല. അതിനു പകരം നിങ്ങളുടെ പണ്ഡിത ശിരോമണിമാർ വളരെ ആസൂത്രിതമായി ചെയ്യുന്നതെന്താ? ഇറാന് നേരെയുള്ള ആക്രമണത്തെ ഞങ്ങൾ അപലപിക്കുന്നു എന്ന് പറഞ്ഞിട്ട്
നേരെ പോയി ഇറാനിൻ്റെ ഷിയ വിഷയത്തിൽ കുത്തിപ്പൊക്കി നിങ്ങൾ പരമാവധി അവരെ ഇകഴ്ത്തുകയും നാറ്റുകയും അവരെ മോശമാക്കാൻ ശ്രമിക്കുകയും അവർ നരകത്തിൽ പോകുന്നവരാണെന്ന് വരുത്തുകയും അവർ ഇസ്ലാമല്ലെന്ന് പറയുകയും ഒക്കെ ചെയ്യുമ്പോഴും അവർ പഞ്ചസ്തംഭങ്ങളിൽ വിശ്വസിക്കുന്ന ഇസ്ലാം മത വിശ്വാസികളാണെന്ന ഉറച്ച ബോധ്യത്തോടെ സൗദി സർക്കാർ അവരെ ഹജ്ജിനും ഉംറയ്ക്കും ഒക്കെ അനുവാദം നൽകിയിരിക്കുന്നു എന്ന വാർത്ത നിങ്ങൾ പൊട്ടൻ വിഴുങ്ങിയതുപോലെ നിങ്ങളങ്ങ് തമസ്കരിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് നിങ്ങൾ എന്തെടുക്കുന്നു? അക്കീദ എടുക്കുന്നു. എന്നാൽ അമേരിക്കയും ഇസ്രയേലും ഇറാന് നേരെ എടുക്കുന്നത് അക്കീദയാണോ? അല്ല, ബോംബാണ്. അവിടെ 168 കുഞ്ഞുങ്ങളാണ് മരിച്ചത്. ആ കഥകളൊക്കെ പറഞ്ഞാൽ വൈകാരികതയായി പോവും. മറിച്ച് ആ സന്ദർഭങ്ങളിലും ഈ മരിച്ച 168 കുട്ടികൾ ഷെഈ ആയതുകൊണ്ട് അത് സ്വർഗത്തിലാണോ നരകത്തിലാണോ പോകുന്നതെന്ന് ഖിതാബുൽ ഖുത്താമിൽ എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾ വായിച്ച് നിങ്ങളുടെ അടിമകളെ ബോധ്യപ്പെടുത്തണം. ഖമനേനിയുടെ രക്തസാക്ഷിത്വം ആലങ്കാരികമാണ്. അഹ്ലുസുന്നയുടെ കാഴ്ചപ്പാടിൽ രക്തസാക്ഷി മുദ്ര നൽകാനാവുമോ എന്നത് സാമൂഹ്യ മാധ്യമ ചർച്ചയല്ല. അത് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരുടെ ചർച്ചാ വിഷയമാണ്. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരെ അള്ളാഹു അത് പ്രത്യേകമായി ഏൽപ്പിച്ചിട്ടുണ്ട്. അവിടെ വരുമ്പോൾ അവർ സ്വർഗത്തിലാണോ അവരുടെ രക്തസാക്ഷിത്വം നീതിയാണോ എന്ന് പരിശോധിക്കാൻ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരെ അവരേൽപ്പിച്ചിട്ടുണ്ട്. ആ പണ്ഡിതന്മാരാരായിരിക്കണം എന്ന് വെച്ചാൽ വിസ്ഡത്തിൻ്റെ പണ്ഡിതന്മാരായിരിക്കണം. വേറെ സുന്നിയുടെ പണ്ഡിതന്മാരോ മുജാഹിദ് വിഭാഗത്തിലെ വേറെ പണ്ഡിതന്മാരോ ആണെങ്കിൽ ഞങ്ങൾ നരിക്കോടന്മാർ അത് അംഗീകരിക്കില്ല. അത്തരം വിഷയത്തിൽ അനിൽ സാധാരണക്കാർ കക്ഷി ചേർന്ന് അഭിപ്രായം പറയുന്നത് അല്പത്തരമാണെന്ന് പറഞ്ഞാൽ പോരാ, അതിലും അപ്പുറത്ത് എന്തോ ഒന്നാണ്. എൻ്റെ അല്പത്തരമാണെങ്കിലും നിങ്ങളുടേത് വലിയ മഹത്തരമാണ്. ഈ സന്ദർഭത്തിൽ നിങ്ങൾ അമേരിക്കയെയും ഇസ്രയേലിനെയും നേരിട്ട് നക്കാനും സൂചിപ്പിക്കാനും കഴിയാത്തതുകൊണ്ട് ഈ പറയുന്നത് പോലെ അവരെ പ്രതിരോധിക്കുന്ന, അവരോട് പ്രത്യാക്രമണം നടത്തുന്ന ഇറാനെ പരമാവധി മോശമാക്കി ചിത്രീകരിക്കുന്നതിലൂടെ അവരെ മറ്റാർക്കും നക്കുന്നു എന്ന് തോന്നാത്ത വിധം നക്കിക്കൊണ്ടേയിരിക്കുന്നു എന്ന് പറയുന്നത് മഹത്തരമായ കാര്യമാണ്. കേൾക്കാൻ ആളുണ്ടെന്ന് കരുതി പറയുന്നതൊക്കെ വലിയ കാര്യങ്ങളാണെങ്കിൽ തുപ്പിയും സന്തോഷ് പണ്ഡിറ്റും കാട്ടിക്കൂട്ടുന്നതൊക്കെ മഹത്വരമാണെന്ന് പറയേണ്ടി വരും. എൻ്റെ നരിക്കോട പല സന്ദർഭങ്ങളിലും ഈ തൊപ്പിക്കും സന്തോഷ് പണ്ഡിറ്റിനും ഉള്ളതിൻ്റെ അത്രയും പോലും തിരിച്ചറിവ് നിങ്ങളെപ്പോലെ ഉള്ളവർക്ക് ഇല്ല എന്ന് തോന്നിപ്പോവും. അതുകൊണ്ട് നിങ്ങൾ ഈ അന്താരാഷ്ട്ര യുദ്ധങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ പറയുമ്പോൾ നിങ്ങൾ ആ വിഷയത്തിനെ അതിൻ്റെ മെറിറ്റിൽ കാണണം. അല്ലാതെ ജിന്ന് വിഷയം പോലെ ഇതിനെ അഖീദയിലേക്ക് കൊണ്ടുപോയി അത് ചർച്ച ചെയ്യേണ്ടത് എപ്പോഴാണെന്നറിയാവോ? ഈ ജൂതനും ക്രിസ്ത്യാനിയും മുസ്ലിമും എല്ലാം കൂടെ തമ്മിൽ അടിയിടുന്ന സമയത്ത് അന്നേരം ആരാണ് സ്വർഗത്തിൽ പോകുന്നതെന്നുള്ളത് നോക്കണം. ഇപ്പോൾ സയണിസം ഒരു സംസ്കാരത്തെ ഏകപക്ഷീയമായി ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അതിനെ പ്രതിരോധിക്കുന്ന സന്ദർഭത്തിൽ അക്കീദ പറയലല്ല, ആ കക്കലും നക്കലും ഒക്കെ നിർത്തി നല്ല പച്ചയ്ക്ക് മനുഷ്യനെ പോലെ പ്രതിരോധത്തിൻ്റെ സ്പെയിനിൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ, ഇറ്റലിയുടെ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ, റഷ്യയും ചൈനയും ഒക്കെ ഇടയ്ക്കിടെ പറയുന്നത് പോലെ അങ്ങനെ ഉറച്ച ഭാഷണത്തിൽ നിലപാടുകൾ പറയാൻ കഴിയണം. അത് ഇസ്മായിൽ നരിക്കോടന് പറ്റുമായിരുന്നു. പക്ഷേ ഇസ്മായിൽ നരിക്കോടൻ ആ സംഘടനയിലായതുകൊണ്ട് ഇപ്പോൾ പറ്റത്തില്ല. സംഘടനയിലെ മുതലാളിമാർക്ക് ഒട്ടും പറ്റില്ല. പറ്റിയാൽ എന്ത് സംഭവിക്കും? സയണിസത്തെയും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെയും ഒക്കെ പിന്തുണയ്ക്കുന്നവരുടെ ശത്രുവായി ചിലപ്പോൾ മാറുമോ എന്ന ഭയം വല്ലാതെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ്. അതുകൊണ്ട് നരിക്കോടൻ്റെ പണി തുടങ്ങുക ഇസ്മായിൽ സാഹിബ്. ഞാൻ എൻ്റെ പണിയും തുടരാം. കേൾക്കുന്നവർ കേൾക്കട്ടെ, വിലയിരുത്തട്ടെ.